എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് കോളിഫ്ലവർ വിന്താലു ആണ്. അപ്പോൾ പൊതുവേ വിന്താലു എന്ന് പറയുന്നത് നമ്മൾ നോൺ വെജിലാണ് ചെയ്യാറ്. ഇന്ന് ഞാൻ കോളിഫ്ലവർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾക്ക് ഇതേ രീതിയിൽ പനീറും സോയ ചങ്ക്സും മഷ്റൂമും ഒക്കെ വെച്ച് ചെയ്യാവുന്നതാണ്. ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന്. കോളിഫ്ലവർ എപ്പോഴും നമ്മൾ നന്നായിട്ട് ചൂടുവെള്ളത്തിൽ ക്ലീൻ ചെയ്തെടുക്കണം. ഞാൻ കുറച്ച് ഉപ്പും വിനീഗറും കൂടി ചേർത്തിട്ടാണ് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. സവാള ഒരു ചെറുതാണ് എടുത്തത്, നന്നായിട്ട് ചെറുതാക്കി അരിഞ്ഞു വെച്ചത്. 2 കഷ്ണം പട്ട, ഗ്രാമ്പു, കുരുമുളക്. ചുവന്ന മുളക്, സാധാരണ കശ്മീരി ചില്ലിയാണ് ഉപയോഗിക്കുക. അപ്പോൾ കശ്മീരി ചില്ലിയാണ് ഉപയോഗിക്കുകയെന്ന് വെച്ചാൽ എരിവ് കുറവും നല്ല കളറും ഉണ്ടായിരിക്കും. ചുവന്ന മുളക് എരിവുള്ളതുകൊണ്ട് ഞാൻ കുരു കളഞ്ഞിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ കശ്മീരി ചില്ലി ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു 10 എണ്ണം വരെ ഉപയോഗിക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, ജീരകം, പിന്നെ നമുക്ക് വേണ്ടത് വിനീഗറാണ്, വൈറ്റ് വിനീഗർ. ഇനി നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ആദ്യം നമുക്കൊരു പേസ്റ്റ് ഉണ്ടാക്കണം. അതായത് കോളിഫ്ലവർ ഒഴിച്ച് ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുക്കണം. അതും വെള്ളം ചേർക്കാതെ വിനീഗർ ചേർത്തിട്ടാണ് നമ്മൾ അരച്ചെടുക്കുന്നത്. പട്ട, ഗ്രാമ്പു, കുരുമുളക്, ചുവന്ന മുളക്, വെളുത്തുള്ളി, ഇഞ്ചി, മഞ്ഞൾപ്പൊടി, പിന്നെ വിനീഗറും കൂടി ചേർത്ത് സവാളയും ചേർത്ത് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ വെള്ളം ചേർക്കാതെ അരച്ചെടുക്കണം. അതാണ് നമ്മളുടെ വിന്താലു പേസ്റ്റ്. അങ്ങനെ നമ്മളുടെ വിന്താലു പേസ്റ്റ് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കോളിഫ്ലവർ ഒന്ന് മാരിനേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ നേരത്തെ അരച്ചു വെച്ച പേസ്റ്റിൽ നിന്നും പകുതി എടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് കോളിഫ്ലവറിൽ നന്നായിട്ട് തിരുമ്മി ഒരു അരമണിക്കൂറോളം മാരിനേഷന് വേണ്ടിയിട്ട് വെക്കണം. അരമണിക്കൂർ കഴിഞ്ഞു. നമുക്കിനി ഒരു പാൻ വെച്ചിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കുക. റിഫൈൻഡ് ഓയിലാണ് ഉപയോഗിക്കുന്നത്. ഒരു ടേബിൾ സ്പൂണോളം. എണ്ണ നന്നായിട്ട് ചൂടാവട്ടെ. എണ്ണ നന്നായിട്ട് ചൂടായി. ഇനി നമ്മൾ നേരത്തെ അരച്ചു വെച്ച ബാക്കി പേസ്റ്റ് എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. പേസ്റ്റ് നമ്മൾ ഇളക്കി കൊടുക്കണം. എന്നിട്ട് എണ്ണ തെളിഞ്ഞ് വരണം. അപ്പോൾ മസാല നന്നായിട്ട് മൂത്തിട്ടുണ്ട്. നമുക്കിനി നമ്മൾ മാരിനേറ്റ് ചെയ്ത കോളിഫ്ലവർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എത്ര ഗ്രേവിയാണോ ആവശ്യമുള്ളത് അതിനനുസരിച്ചുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഇപ്പോൾ കുറച്ച് ഡ്രൈ ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നല്ല കുറച്ച് ലൂസായിട്ടുള്ള ഗ്രേവി വേണമെങ്കിൽ അത്യാവശ്യം വെള്ളം ചേർത്ത് കൊടുക്കുക. ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് ഇടുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ ഓൾറെഡി മാരിനേറ്റ് ചെയ്യുമ്പോൾ ഉപ്പ് ചേർത്തതാണ്. ഞാനിതിലേക്ക് ഒരു നുള്ളു പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഫ്ലേവേഴ്സ് എല്ലാം കൂടി ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഞാൻ കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തിട്ട് നമ്മൾ നന്നായി മിക്സ് ചെയ്തിട്ട് ചെറിയ തീയിൽ അടച്ചു വെച്ച് വേവിക്കുക. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. വെള്ളം നന്നായിട്ട് വറ്റി വരുന്നുണ്ട്. ഞാൻ ഗ്രേവി നന്നായിട്ട് കുറച്ചിട്ടാണ് ചെയ്യുന്നത്, ഡ്രൈ രൂപത്തിലാണ് ചെയ്യുന്നത്. അപ്പോൾ സാധാരണ വിന്താലു കുറച്ച് ഗ്രേവി ആയിട്ടായിരിക്കും ഉണ്ടാവുക. അങ്ങനെ നമ്മൾ വിന്താലു റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മഷ്റൂം വെച്ചിട്ടോ പനീർ വെച്ചിട്ടോ ഒക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. അപ്പോൾ നമുക്ക് പുതിയ റെസിപ്പീസായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.